ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഓക്കെ, അത് കേട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു 83,000 വരെ ശമ്പളം കിട്ടുന്ന ഒരു ജോലിയെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക യുവാക്കളും വിദേശങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനിടയിൽ ഇങ്ങനത്തെ അവസരങ്ങളിൽ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. എന്നിട്ട് എങ്ങനെയെങ്കിലും നമ്മളെ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ജോലി നേടാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. കേരളത്തിൽ സ്ഥിര സർക്കാർ ജോലി നേടാം. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് കീഴിലാണ് ഇപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റ് ജോലി നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇതിനെക്കുറിച്ച് അപേക്ഷിക്കാം. അതായത് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേനയാണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ്. ഡിഗ്രി പാസ്സായ സ്ഥിര സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തുക. അത് അപേക്ഷകർ ഏപ്രിൽ 3 അപേക്ഷിക്കണം. ഇതിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഏപ്രിൽ 3 അപേക്ഷിക്കണം. ഏപ്രിൽ 3 ഡേറ്റ്. അപ്പോൾ അത് മറക്കണ്ട. നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കെങ്കിലും ഈ വിവരം അറിയിക്കുക. അതായത് തസ്തിക, ഈ തസ്തികയുടെ പേര് ഭക്ഷ്യസുരക്ഷ ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ തസ്തികയുടെ കാറ്റഗറി നമ്പർ പ്രത്യേകം ഓർമ്മിക്കണം. കാറ്റഗറി നമ്പർ 0062024 ഇതാണ് കാറ്റഗറി നമ്പർ. പ്രായപരിധി നമ്മൾ വാച്ച് ചെയ്യണം. 18-നും 36-നും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം. അതായത് 1988 ജനുവരി 2-നും 2006 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവരിക്കണം. അതായത് SC ST OBC മറ്റു സംവരണ വിഭാഗക്കാരുണ്ടെങ്കിൽ അവർക്ക് വയസ്സിളവ് ഉണ്ടായിരിക്കും. അതായത് PSC നിഷ്കർഷിക്കുന്ന വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ് അവർക്ക്. വിദ്യാഭ്യാസ യോഗ്യത നോക്കിക്കഴിഞ്ഞാൽ ഫുഡ് ടെക്നോളജി, ഡയറി ടെക്നോളജി, ബയോടെക്നോളജി, ഓയിൽ ടെക്നോളജി, അഗ്രികൾച്ചർ സയൻസ്, വെറ്റിനറി സയൻസ്, ബയോകെമിസ്ട്രി അല്ലെങ്കിൽ മൈക്രോബയോളജി എന്നിവയിൽ ബിരുദം, അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദം, അല്ലെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും സർവകലാശാലയിൽ നിന്ന് മെഡിസിനിൽ ബിരുദം, അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 39,300 മുതൽ 83,000 രൂപ വരെ മാസശമ്പളമായി ലഭിക്കുക. പുറമെ സർക്കാരിൻ്റെ മറ്റു ആനുകൂല്യങ്ങളും ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് രീതി കേരള PSC നടത്തുന്ന OMR പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ്. അതുകൂടാതെ അതിൽ തിരഞ്ഞെടുക്കുന്ന ഷോർട്ട് ലിസ്റ്റ് ഇടും. അത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, പിന്നെ ഇൻ്റർവ്യൂ, അതൊക്കെ ആ എല്ലാം കടന്നിട്ടാണ് നമുക്കിതിൽ സെലക്ഷൻ കിട്ടുക. PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ ഇതാണ്. PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്താൽ tulasi.psc.kerala.gov.in അതിൽ കയറിയിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് വീഡിയോ. നമുക്ക് വീഡിയോ കണ്ടിട്ട് നമ്മളുടെ ആരെങ്കിലും ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കഴിഞ്ഞ് നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ അവർക്കെങ്കിലും അത് ഉപകാരപ്പെടും. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഒരു ഉപകാരം, അതായത് മറ്റുള്ളവർക്ക് ഒരു ജോലി അവൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഉപകാരം. അപ്പോൾ അത്രയും ചെയ്യാനുള്ള ഒരു സന്മനസ് എല്ലാവരും കാണിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല ടോപ്പിക്കായി വരുന്നവരെ നന്ദി, നമസ്കാരം.